എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഇടനാഴിയിലെ കവിത എന്ന പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 15. രഹസ്യയാത്ര. ലിയാം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. നെറ്റിയിലെ മുറിവ് ഉണങ്ങിത്തുടങ്ങിയെങ്കിലും അവിടെ ഒരു ചെറിയ പാട് ബാക്കിയായിരുന്നു. ക്യാമ്പസിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ശാന്തമായിരിക്കുന്നു. പരീക്ഷകൾക്ക് മുൻപുള്ള അവസാനത്തെ ഒഴിവു ദിനമായിരുന്നു അത്. മായയും ലിയാമും ഒരു തീരുമാനമെടുത്തു. ഈ നഗരത്തിലെ ബഹളങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിന്നും മാറി തങ്ങൾക്കായി ഒരു ദിവസം മാറ്റിവെക്കാൻ. അവർ തെരഞ്ഞെടുത്തത് നഗരത്തിന് പുറത്തുള്ള ഒരു പഴയ മ്യൂസിയമായിരുന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി വലിയ മരങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ആ പുരാതന കെട്ടിടത്തിന് ഒരു പ്രത്യേക നിഗൂഢതയുണ്ടായിരുന്നു. രാവിലെ തന്നെ അവർ ബസ് കയറി. ബസ്സിലെ അവസാന സീറ്റിലിരിക്കുമ്പോൾ ലിയാം ദൂരേക്ക് നോക്കിയിരുന്നു. അവന്റെ കൈകൾ മായയുടെ കൈകൾക്ക് മുകളിൽ ചേർന്നിരുന്നു. ആ സ്പർശനം അവർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. ജനാലയിലൂടെ വീശുന്ന കാറ്റിൽ മായയുടെ മുടിയിഴകൾ ലിയാമിന്റെ മുഖത്ത് തഴുകിക്കൊണ്ടിരുന്നു. "നീ എന്തിനാണ് ഈ മ്യൂസിയം തിരഞ്ഞെടുത്തത് ലിയാം?" മായ പതുക്കെ ചോദിച്ചു. "അവിടെ സമയം നിശ്ചലമായി നിൽക്കുന്നു മായ." ലിയാം പുഞ്ചിരിച്ചു. "അവിടെയുള്ള ഓരോ ശില്പവും ഓരോ ചിത്രവും ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മുടെ പ്രണയവും അങ്ങനെ തന്നെയാവണം. കാലത്തിന് മായ്ക്കാനാകാത്ത ഒരു ചരിത്രം." മ്യൂസിയത്തിലെത്തിയപ്പോൾ അവിടെ വലിയ തിരക്കില്ലായിരുന്നു. ചുവന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ആ വലിയ കെട്ടിടത്തിനകത്ത് വല്ലാത്തൊരു തണുപ്പായിരുന്നു. പഴയ കാലത്തെ നാണയങ്ങൾ, ആയുധങ്ങൾ, വലിയ ശില്പങ്ങൾ എന്നിവ കടന്ന് അവർ ചിത്രശാലയിലേക്ക് നടന്നു. ലിയാമിന്റെ കണ്ണുകൾ തിളങ്ങുന്നത് മായ ശ്രദ്ധിച്ചു. "നോക്കൂ മായ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരോ വരച്ച ചിത്രങ്ങളാണിത്. ഇതിലെ നിറങ്ങൾ ഇന്നും മങ്ങിയിട്ടില്ല. അവർ ഇത് വരയ്ക്കുമ്പോൾ അനുഭവിച്ച അതേ തീവ്രത ഇന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു." ലിയാം ഒരു വലിയ ചിത്രത്തിന് മുന്നിൽ നിന്നു. മായ അവനെ നോക്കി നിന്നു. ലിയാം സംസാരിക്കുന്നത് കലയെക്കുറിച്ചാണെങ്കിലും അവൾ കാണുന്നത് അവന്റെ ഉള്ളിലെ ആ പഴയ പ്രണയത്തെയാണ്. "ലിയാം, നമുക്കും ഇങ്ങനെ മങ്ങാത്ത ഒരു ചിത്രം വരയ്ക്കണം, നമ്മുടെ ജീവിതം കൊണ്ട്." അവർ മ്യൂസിയത്തിന്റെ പിന്നിലെ പൂന്തോട്ടത്തിലേക്ക് നടന്നു. അവിടെ വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു. അരികിൽ ഒരു ചെറിയ കുളം. കുളത്തിലെ വെള്ളത്തിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അവർ അവിടെ ഒന്നിച്ചിരുന്നു. ലിയാം തന്റെ ബാഗിൽ നിന്ന് ഒരു പുതിയ സ്കെച്ച് ബുക്ക് എടുത്തു. ആശുപത്രിയിൽ കിടന്നപ്പോൾ ലിയാമിനായി മായ വാങ്ങിക്കൊടുത്ത സമ്മാനമായിരുന്നു അത്. "ഇതിൽ ഞാൻ വരയ്ക്കാൻ പോകുന്ന ആദ്യത്തെ ചിത്രം നിന്റേതായിരിക്കും മായ," അവൻ പറഞ്ഞു. അവൻ വരയ്ക്കാൻ തുടങ്ങി. മായ മിണ്ടാതെ ഇരുന്നു കൊടുത്തു. ലിയാമിന്റെ വിരലുകൾ ചലിക്കുന്നത് അവൾ നോക്കി നിന്നു. അവന്റെ ഏകാഗ്രത അവൾക്ക് എന്നും അത്ഭുതമായിരുന്നു. "മായ," ലിയാം വരച്ചുകൊണ്ടിരിക്കെ പതുക്കെ വിളിച്ചു, "നമുക്ക് മുന്നിൽ വലിയ പ്രതിസന്ധികളുണ്ട്. പരീക്ഷ കഴിഞ്ഞാൽ നീ വിദേശത്ത് പോകുമെന്ന് എനിക്കറിയാം. നിന്റെ അച്ഛൻ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഈ യാത്രയിൽ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. നമ്മുടെ മനസ്സ് ദൃഢമാണെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ തടയാൻ കഴിയില്ല." മായ അവന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. "ലിയാം, ഞാൻ എവിടെ പോയാലും ആര് തടഞ്ഞാലും എന്റെ ഹൃദയം ഈ ഇടനാഴിയിൽ തന്നെയായിരിക്കും. നമ്മൾ ഇന്ന് കണ്ട ഈ ശില്പങ്ങളെ പോലെ നമ്മുടെ പ്രണയവും ഉറച്ചതായിരിക്കും. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്." ആ സായാഹ്നത്തിൽ ആ പഴയ മ്യൂസിയത്തിന്റെ തണലിൽ ഇരിക്കുമ്പോൾ അവർക്കിടയിൽ പുതിയൊരു ഉടമ്പടി രൂപപ്പെടുകയായിരുന്നു. അത് വെറുമൊരു യാത്രയായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളെ നേരിടാനുള്ള അവരുടെ തയ്യാറെടുപ്പായിരുന്നു. ലിയാം ആ ചിത്രം പൂർത്തിയാക്കി. അതിൽ മായ ഒരു പുരാതന ശില്പത്തെ പോലെ ഗാംഭീര്യത്തോടെ ഇരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ പ്രണയത്തേക്കാൾ വലിയൊരു നിശ്ചയദാർഢ്യം അവൻ വരച്ചു ചേർത്തിരുന്നു. "ഇതാണ് എന്റെ മായ." ലിയാം ആ ചിത്രം അവൾക്ക് നൽകി. തിരികെ ബസ് കയറുമ്പോൾ ആകാശം ചുവന്നു തുടങ്ങിയിരുന്നു. ആ രഹസ്യയാത്ര അവരുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കി. പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിന് ശേഷം ഒന്നിച്ചു പോരാടാനുള്ള കരുത്ത് അവർ നേടിയത് ആ പഴയ കെട്ടിടത്തിന്റെ ഇടനാഴികളിൽ വെച്ചായിരുന്നു. അധ്യായം 16. വിടപറച്ചിൽ കാലം. ക്യാമ്പസിലെ മരങ്ങൾ ഇലപൊഴിക്കുന്ന കാലമായിരുന്നു അത്. പരീക്ഷാ ഹാളിലെ നിശബ്ദതയും പേനകൾ കടലാസിൽ ഉരസുന്ന ശബ്ദവും ക്യാമ്പസിനെ വിഴുങ്ങിയിരിക്കുന്നു. അവസാന വർഷ പരീക്ഷകൾ തുടങ്ങിക്കഴിഞ്ഞു. 3 വർഷത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും തമാശകൾക്കും അപ്പുറം വേർപിരിയലിന്റെ ഒരു വലിയ നിഴൽ ഓരോ വിദ്യാർത്ഥിക്ക് മുകളിലും വീണുകിടന്നു. മായയ്ക്കും ലിയാമിനും ഇത് വെറുമൊരു പരീക്ഷാകാലമായിരുന്നില്ല. തങ്ങളുടെ സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും ഇടയിലുള്ള അവസാനത്തെ പാലമായിരുന്നു അത്. അന്ന് അവസാനത്തെ ഫിസിക്സ് തിയറി പേപ്പറായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മായയുടെ മുഖത്ത് ആശ്വാസത്തേക്കാൾ കൂടുതൽ സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ നേരെ നടന്നത് ആ പഴയ ലൈബ്രറി ഇടനാഴിയിലേക്കാണ്. അവിടെ ഓരോ തൂണിലും തങ്ങളുടെ നിശബ്ദ സംഭാഷണങ്ങളുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു. ലിയാം അവിടെ ഉണ്ടാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. തന്റെ പെയിന്റിംഗ് കിറ്റുകളെല്ലാം ഒതുക്കിവെച്ച് ശൂന്യമായ ആ ഇടനാഴിയുടെ അറ്റത്ത് അവൻ നിൽക്കുകയാണ്. അവന്റെ കയ്യിൽ തന്റെ അവസാനത്തെ സ്കെച്ച് ബുക്ക് ഉണ്ടായിരുന്നു.
മായയുടെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. തീർന്നോ മായ? നിന്റെ സമവാക്യങ്ങളുടെ ആ വലിയ ലോകം ഇന്ന് അവസാനിച്ചോ? ലിയാം ഒരു നേർത്ത പുഞ്ചിരിയോടെ ചോദിച്ചു. തീർന്നു ലിയാം, പക്ഷേ ഇനി തുടങ്ങാൻ പോകുന്നത് അതിനേക്കാൾ വലിയ പരീക്ഷകളാണ്. മായ അവന്റെ അരികിൽ തൂണിൽ ചാരി നിന്നു. നാളെ നമ്മൾ ഈ ഗേറ്റ് കടന്നു പോകും. പിന്നെ ഈ ഇടനാഴികളിൽ നമ്മൾ ഉണ്ടാകില്ല. പുതിയ കുട്ടികൾ വരും, പുതിയ പ്രണയങ്ങൾ ജനിക്കും. നമ്മൾ വെറും ഓർമ്മകളായി മാറും. ലിയാം ആ ഇടനാഴിയുടെ ചുവരിൽ പതുക്കെ തലോടി. മായ, നമ്മൾ വെറും ഓർമ്മകളല്ല. ഈ കെട്ടിടത്തിലെ ഓരോ ഇഷ്ടികയിലും നമ്മുടെ പ്രണയത്തിന്റെ ഒരു അംശം ബാക്കിയുണ്ടാകും. ചിത്രകാരന്മാർ അവരുടെ ക്യാൻവാസ് വിട്ടുപോകാറുണ്ട്, പക്ഷെ അവർ വരച്ച ചിത്രങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. നമ്മൾ വരച്ച ഈ പ്രണയ കവിതയും ഇവിടെ തന്നെ കാണും. അവർ കുറച്ചുനേരം മിണ്ടാതെ നിന്നു. ദൂരെ കുട്ടികൾ പരസ്പരം ഷർട്ടുകളിൽ ഓട്ടോഗ്രാഫ് വാങ്ങുന്നതും കെട്ടിപ്പിടിച്ച് കരയുന്നതും അവർ കാണുന്നുണ്ടായിരുന്നു. 3 വർഷം മുൻപ് മഴ നനഞ്ഞ് ഈ ഇടനാഴിയിൽ ഓടിക്കയറിയ ആ പെൺകുട്ടിയും അവിടെ ഇരുന്ന് ചിത്രങ്ങൾ വരച്ചിരുന്ന ആ യുവാവും എത്ര വേഗമാണ് ജീവിതത്തിന്റെ ഗൗരവമുള്ള വഴികളിലേക്ക് എത്തിയത്. അച്ഛൻ വിളിച്ചിരുന്നു ലിയാം, മായ പതുക്കെ പറഞ്ഞു. അവളുടെ ശബ്ദം ഇടറി. വിദേശത്തേക്കുള്ള അപേക്ഷകൾ ശരിയായിട്ടുണ്ട്. അടുത്ത മാസം എനിക്ക് പോകേണ്ടി വരും. അച്ഛൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് എതിർക്കാൻ കഴിയാത്ത വിധം അച്ഛൻ ഒരു മതിൽ തീർത്തിരിക്കുകയാണ്. ലിയാമിന്റെ കൈകൾ അറിയാതെ മുറുകി. അവൻ ആകാശത്തേക്ക് നോക്കി. അവിടെ മേഘങ്ങൾക്കപ്പുറം അസ്തമയ സൂര്യന്റെ അവസാന കിരണങ്ങൾ മാഞ്ഞു പോകുന്നു. എനിക്കറിയാമായിരുന്നു മായ, നിന്റെ സ്വപ്നങ്ങൾ എന്റെ ഈ ചെറിയ വർണ്ണക്കൂട്ടുകളിൽ ഒതുങ്ങുന്നതല്ലെന്ന് എനിക്കറിയാം. നീ പറക്കണം. നിനക്ക് ചുറ്റും ലോകം ഒരു വലിയ ലാബായി മാറണം. പക്ഷെ ലിയാം, നിന്നെ തനിച്ചാക്കി എനിക്ക് എങ്ങനെ പോകാൻ കഴിയും? മായ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ വിരഹത്തിന്റെ വലിയൊരു സമുദ്രം അവൾ കണ്ടു. ലിയാം അവളുടെ കൈകൾ കോർത്തു പിടിച്ചു. നീ എന്നെ തനിച്ചാക്കുന്നില്ല മായ. നീ പോകുമ്പോൾ നിന്റെ ഒരു ഭാഗം എന്റെ ഹൃദയത്തിൽ ബാക്കി വെക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ കാണും, എന്റെ ചിത്രങ്ങൾക്കിടയിൽ, ഈ ഇടനാഴിയുടെ മണങ്ങൾക്കിടയിൽ. എന്നെങ്കിലും നീ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ. അന്ന് രാത്രി ഹോസ്റ്റലിൽ സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ മായയുടെ ഓരോ വസ്ത്രത്തിലും ലിയാം നൽകിയ നിറങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഓരോ പുസ്തകത്തിനിടയിലും അവൻ നൽകിയ ആ കാണാത്ത കത്തുകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവൾ തന്റെ ബാഗ് അടയ്ക്കുമ്പോൾ ഒരു യുഗം തന്നെ അവസാനിക്കുന്നതായി അവൾക്ക് തോന്നി. ക്യാമ്പസിലെ അവസാനത്തെ രാത്രി വിടപറയലിൻ്റെതായിരുന്നു. ഉറക്കമില്ലാത്ത ആ രാത്രിയിൽ ഹോസ്റ്റൽ ടെറസിലിരുന്ന് മായ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി. ലിയാം എവിടെയായിരിക്കും? അവനിപ്പോൾ എന്ത് വരയ്ക്കുകയായിരിക്കും? തങ്ങളുടെ പ്രണയത്തിലെ അവസാനത്തെ വരിയാണോ ഇപ്പോൾ എഴുതപ്പെടുന്നത്? നാളെ രാവിലെ ഈ പടികൾ ഇറങ്ങുമ്പോൾ മായ ഒരു പുതിയ മനുഷ്യനായിരിക്കും. പ്രണയത്തിന്റെ തീക്ഷ്ണതയും വിരഹത്തിന്റെ വേദനയും പേറുന്ന ഒരു പെൺകുട്ടി. വേർപിരിയലിന്റെ ആദ്യത്തെ വലിയ വിങ്ങൽ അവർക്കിടയിൽ പടർന്നു കഴിഞ്ഞു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.